ഹലോ എവ്രി വൺ, ഞാൻ സുമി നിരഞ്ജൻ, DCT ക്ലോത്തിങ് സ്റ്റോർ തൃപ്പൂണിത്തുറ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് പ്യുവർ കളക്ഷനാണ്. പ്യുവർ കോട്ടൻ്റെ തന്നെ ഹക്കോബയിൽ വരുന്നത് കൊണ്ട് പ്രിൻ്റ് കോട്ടണിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന ഹക്കോബയിൽ വന്നിട്ടുള്ളതാണ്. എല്ലാം നല്ലൊരു പേസ്റ്റൽ ടോണിലോട്ട് വന്നിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. 4 ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഇതിൽ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഇതൊരു പ്രീമിയം കളക്ഷനിൽ വന്നിട്ടുള്ളതാണ്. ഫസ്റ്റ് നമുക്ക് ഈ ലൈറ്റ് ലൈല കളർ ടോണിൽ ഡിസൈൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇതുപോലെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത്. ഫ്രണ്ടും ബാക്കും ഹക്കോബയാണ്. പ്യുവർ കോട്ടണിൽ ഹക്കോബ ഡീറ്റെയിലിംഗ് വരുന്നതാണ്. പിന്നെ ഇതിൽ ആ ഡിജിറ്റൽ പ്രിൻ്റ് പാറ്റേൺ ആണ് ഇതിൻ്റെ ഒരു ഹെം ലൈനിലോട്ട് വന്നിട്ടുള്ളത്. നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. അതിൽ വന്നിട്ടുള്ളത് ഒരു ബേർഡും അതുപോലെ തന്നെ ഒരു ഫ്ലോറൽ ഡിസൈനും കൂടി ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിൻറ്റ്സ് ആണ്. അത് കോൺട്രാസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ കളറിലോട്ട്. പിന്നെ ഹെം ലൈനിലായിട്ട് ലേസ് ഡൈ ചെയ്ത് സെയിം കളറിലോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നതും ഇതുപോലെ തന്നെ സെയിം പാറ്റേൺ ആയിട്ടാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം ബാക്കിലോട്ടും അതുപോലെ തന്നെ വരും. ഈ ഒരു പാറ്റേണിൽ സെയിം ആ ഒരു ഡിജിറ്റൽ പ്രിൻ്റ് ബാക്ക് സൈഡിലോട്ടും വരുന്നുണ്ട്. സ്ലീവ്സ് നമുക്ക് ഹക്കോബ മെറ്റീരിയൽ പ്ലെയിൻ ആയിട്ട് തന്നെ കിട്ടുന്ന പോലെയാണ് ഇത് വരിക. അതുപോലെ തന്നെ ടോപ്പ് ആണെങ്കിൽ നല്ല ലെങ്തി ആണ്. 2.25 മീറ്റർ മിച്ചം ഫാബ്രിക് നമുക്ക് ടോപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ അടുത്ത് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് പ്യുവർ കളക്ഷൻ ആയിട്ടാണ്. പ്യുവർ ഷിഫോൺ ഫാബ്രിക്കിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. അതും നല്ലൊരു ഡിഫറെൻറ്റ് ഫീൽ തരുന്ന ദുപ്പട്ടയാണ്. അതിൽ ഡിജിറ്റൽ പ്രിൻറ്റ്സ് ആണ്. ഫ്ലോറൽ പാറ്റേൺ ആയിട്ട് മൾട്ടി കളേഴ്സിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ്. ചുറ്റും ലേസും അറ്റാച്ച് ചെയ്തിരിക്കുന്ന പാറ്റേൺ ആണ് വരുന്നത്. ബോട്ടം വരുന്നത് പ്യുവർ കോട്ടണിലാണ്. അടുത്ത ഷെയ്ഡ് വരുന്നത് സേജ് ഗ്രീൻ കളർ ടോണിലോട്ട് സെയിം പാറ്റേൺ തന്നെ വരുന്നുണ്ട്. മൂന്നാമത്തെ കളർ വന്നിട്ടുള്ള ക്രീം ഷെയ്ഡിലോട്ടാണ്. അപ്പോൾ ഇതുപോലെ വരും അതിൻ്റെ ദുപ്പട്ട. എല്ലാം സെയിം പാറ്റേൺ തന്നെയാണ്. ബോട്ടം വന്നിരിക്കുന്നത് പ്യുവർ കോട്ടണിൽ. ലാസ്റ്റ് കളറാണ് പീച്ച് ടോണിലോട്ടാണ് വരുന്നത്. ദുപ്പട്ട അതേപോലെ തന്നെ സെയിം പാറ്റേൺ, പീച്ച് വിത്ത് ആ ഒരു സെയിം ഒരു ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. ബോട്ടം വന്നിട്ടുള്ളത് പ്യുവർ കോട്ടണിലാണ്. ഈ സെറ്റുകളുടെ എല്ലാം റേറ്റ് വരുന്നത് 2989 റേഞ്ചിലാണ്. അടുത്ത് നമ്മൾ കാണുന്ന പ്രിൻ്റ് കോട്ടണിൽ വന്നിട്ടുള്ള ഡിസൈനാണ്. ഇത് നേവി ബ്ലൂ ഷെയ്ഡിൽ പേസ്ട്രി ഡിസൈൻസ് ആണ് ഓൾ ഓവർ വന്നിട്ടുള്ളത് പ്രിൻ്റ് പാറ്റേണിൽ. അതൊരു ലൈറ്റ് ഇൻഡിഗോ ബ്ലൂവും ക്രീം കളറിൻ്റെയും കൂടെ ഒരു ഓഫ് വൈറ്റ് കളറിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആയിട്ടുള്ള പ്രിൻറ്റ്സ് ആണ്. നെക്ക് വരുമ്പം ഷാർപ്പ് വി ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിന് ചുറ്റും ഒരു ബോർഡർ പോലെ പ്ലെയിൻ ഫാബ്രിക് കൊടുത്തിട്ട് അതിൽ ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സാണ് ഹാൻഡ് വർക്കിന് ത്രെഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തതിൻ്റെ ദുപ്പട്ട വരുന്നത് ലിനൻ കോട്ടൺ ഫാബ്രിക്കിലാണ്. അതിലിതുപോലെ പല കളേഴ്സ് വന്നിട്ടുണ്ട്. മെറൂണും ക്രീമും അതുപോലെ നേവി ബ്ലൂവിൻ്റെയും കൂടെ കോമ്പിനേഷനാണ് ദുപ്പട്ടയിലോട്ട് വന്നിട്ടുള്ളത്. അതിലെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇത് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ്. ഇതിൽ ബ്ലോക്ക് പ്രിൻറ്റ്സ് വന്നിട്ടുണ്ട്. അതുപോലെ ലൈൻസ് ഒക്കെ ആയിട്ട് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നതാണ് ഈ ദുപ്പട്ട. ബോട്ടം ഇതിൻ്റെ കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെയാണ് മെറൂൺ കളറിൽ പ്യുവർ കോട്ടണിലാണ്. അതുപോലെ തന്നെ സിമിലർ പാറ്റേണിൽ പ്ലെയിനിൽ വന്നിരിക്കുന്ന ഒരു ഡിസൈനാണ് നമ്മൾ അടുത്തത് കാണുന്നത്. ഇതിൽ വന്നിരിക്കുന്നത് ഡ്യുവൽ വീവിംഗ് ആണ്. ഇതിൽ നേവി ബ്ലൂവും ഗ്രേഡേയും കൂടെ ത്രെഡിൻ്റെ ഡബിൾ വീവിങ് ഓൾ ഓവർ വന്നിരിക്കുന്ന ഫാബ്രിക്കാണ്. പ്യുവർ കോട്ടണിൽ തന്നെയാണ്. നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. നെക്കും അതുപോലെ തന്നെ ഷാർപ്പ് വി ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ ഓവർലാപ്പ് വി പോലെയാണ് ഇതിൻ്റെ ഒരു ബോർഡർ പിടിപ്പിച്ചേക്കുന്നത്. അപ്പോൾ അതും ഒരു പ്രിൻറ്റഡ് ബോർഡറാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഹാൻഡ് വർക്കായിട്ട് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതിൽ മൽക്കോട്ടൺ പ്യുവർ മൽക്കോട്ടണിലാണ്. അതിൽ പ്രിൻ്റ് പാറ്റേൺ അത് കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ്സ് ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഫ്ലോറൽ പാറ്റേൺ ആയിട്ട് വന്നിട്ടുള്ളതാണ്. അത് കോൺട്രാസ്റ്റ് ആയിട്ട് മെറൂണും ബ്ലാക്കും കളറിൻ്റെയും കൂടെ കോമ്പിനേഷനാണ്. ബോട്ടം വന്നിരിക്കുന്നത് പ്യുവർ കോട്ടണിലാണ്. ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് 2149 റേഞ്ചിലാണ്. അടുത്തത് പ്രിൻ്റ് കോട്ടണിൽ ക്രീം ആൻഡ് ഒരു മാംഗോ യെല്ലോ കളർ കോമ്പിനേഷനിലോട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ബേസ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഒരു ക്രീം കളറിലോട്ടാണ്. പിന്നെ അതിൽ ഓൾ ഓവർ പ്രിൻറ്റ്സ് വന്നിട്ടുണ്ട്. സെൽഫായിട്ട് ഇതിൽ തന്നെ കാണാൻ പറ്റും ലൈറ്റ് യെല്ലോ ഷെയ്ഡിലുള്ള പ്രിൻറ്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലോട്ട് മോട്ടീഫ് പാറ്റേണിലുള്ള പ്രിൻറ്റ്സ് വരുന്നുണ്ട്. യോക്ക് പോർഷനിലോട്ട് ബോക്സ് പാറ്റേൺ ചെയ്തെടുത്തിട്ട് അതിലും കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് വർക്ക് വന്നിരിക്കുകയാണ്. ത്രെഡും സീക്വൻസും കൂടി ഇട്ടിട്ടുള്ള വർക്കാണ്. പിന്നെ ഇവിടെ ലൂപ്പ് ആൻഡ് ബട്ടൺ വരുന്ന ഒരു പാറ്റേൺ ആണ്. ഇത് വുഡൻ ബട്ടൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡിലും സെയിം പ്രിൻ്റ് പാറ്റേൺ. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് പ്യുവർ ഷിഫോണിലാണ്. ഇതും ബ്ലോക്ക് പ്രിൻ്റ് ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റഡ് ദുപ്പട്ടയാണ്. സെയിം ഈ അതേ കളർ കോമ്പിനേഷനോട്ട് തന്നെ ചെയ്തെടുത്തിരിക്കുന്നതാണ്. പിന്നെ ബോട്ടം വരുന്നത് നമ്മൾ ഈ യോക്ക് പോർഷനിൽ കൊടുത്ത സെയിം പ്രിൻ്റഡ് പാറ്റേണിലുള്ള ഫാബ്രിക്കാണ് ബോട്ടത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് 2499 റേഞ്ചിലാണ്.